ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ആദം ടൈംസ്. നമ്മളിന്ന് കാണാൻ പോകുന്ന വീഡിയോയിൽ മാർവൽ കോമിക്സിലെ അതിശക്തിയേറിയ ക്യാരക്ടറായ സ്കാറിനെ കുറിച്ചാണ്. മാർവൽ കോമിക്സിൽ ഹൾക്കിൻ്റെ മകനാണ് സ്കാർ. ഇതുപോലുള്ള വീഡിയോയ്ക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. താഴെ കാണുന്ന ബെൽ ഐക്കണും അമർത്തുക. ഹൾക്കിൻ്റെ മക്കളായ സ്കാറും ഹീറോക്കാലയും മാർവൽ കോമിക്സിലെ അതിശക്തിയേറിയ ക്യാരക്ടറാണ്. ഇതിൽ ഹീറോക്കാല എന്ന് പറഞ്ഞ ഒരു നെഗറ്റീവ് ക്യാരക്ടറാണ്. ഹീറോക്കാലയെക്കുറിച്ച് നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സ്കാറിനെ കുറിച്ചാണ്. ആദ്യം തന്നെ നമുക്ക് സ്കാറിൻ്റെ ഒറിജിനെ കുറിച്ച് നോക്കാം. സക്കാർ എന്ന ഗ്രഹത്തിലാണ് സ്കാറിൻ്റെ ജനനം. തോർ 3 മൂവിയിൽ തോർ ഹൾക്കും ഫൈറ്റ് ചെയ്യുന്ന ആ പ്ലാനറ്റിൻ്റെ പേരാണ് സക്കാർ. അതുകൊണ്ട് തന്നെ ഈ ക്യാരക്ടറിനെ ഭാവി MCU മൂവിയിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. സ്കാറിൻ്റെ അമ്മയുടെ പേര് കയറ എന്നാണ്, അഥവാ ഓൾഡ് സ്ട്രോങ് എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. സ്കാറിനെ സൺ ഓഫ് ഹൾക്ക്, വേൾഡ് ബ്രേക്കർ, ലിറ്റിൽ മോൺസ്റ്റർ, കില്ലർ ഓഫ് കില്ലേഴ്സ് എന്നീ പേരുകളിലും കോമിക്കിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആദ്യം ഒരു 12 വയസ്സുള്ള നോർമൽ പയ്യനാണ് സ്കാർ. പിന്നീട് തൻ്റെ അമ്മയായ കയറയുടെ മരണശേഷം സ്കാറിനെ ഒരു കക്കൂണിലാക്കി ദ്വീപിലെറിയുകയാണ് ചെയ്തത്. ആ ഗ്യാങ്ങിൽ എറിയപ്പെട്ട സ്കാറിന് പിന്നീട് ആക്സ്മാൻ, ബോൺ ഡ്രാഗണും ഗ്യാങ്ങുമായി അറ്റാക്കിൽ ഏർപ്പെടേണ്ടി വരുന്നു. ഈ അറ്റാക്കിലൂടെയാണ് സ്കാറിൻ്റെ ജീവിതത്തിലെ ടേണിംഗ് പോയിന്റ്. തൻ്റെ അച്ഛൻ്റെ ഫുൾ സ്ട്രെങ്തും തൻ്റെ അമ്മയായ ഓൾഡ് സ്ട്രോങ് സ്ട്രെങ്തും ഈ 2 സ്ട്രെങ്തും കൂടെ കലർന്നതാണ് സ്കാറിൻ്റെ ശക്തി. തൻ്റെ ഫുൾ ശക്തികളും അറ്റൈൻ ചെയ്തതിനു ശേഷം സ്കാർ റെഡ് കിങ്ങിൻ്റെ സഹായത്തോടുകൂടി ഒരു സേവറായി മാറുകയായിരുന്നു. അതിനുശേഷം ആക്സ്മാൻ്റെ ഫുൾ ഗ്യാങ്ങിനെ നശിപ്പിക്കാൻ സ്കാർ പോവുകയായിരുന്നു. പക്ഷേ പിന്നീട് സിൽവർ സർഫർ അവിടെ വരികയും സ്കാറിൻ്റെ ശക്തി എടുക്കുകയും ചെയ്തു. ഗാലക്ടസ് തൻ്റെ ശക്തി മോഷ്ടിക്കാൻ വരികയാണെന്നും ആ ശക്തി ഗാലക്ടസിന് കിട്ടിയാൽ അത് വളരെ അപകടമാകുമെന്നും സിൽവർ സർഫർ സ്കാറിന് മുന്നറിയിപ്പ് നൽകി. അതിനുശേഷം കോമിക്സിൽ സ്കാറിന് തൻ്റെ പഴയ ശക്തി വീണ്ടും കിട്ടുന്നുണ്ട്. സ്കാർ പ്ലാനറ്റ് ഹൾക്ക് എന്ന സീരീസിലും ഷീ ഹൾക്കിൻ്റെ കൂടെയും ഫെൻറ്റാസ്റ്റിക് ഫോറിൻ്റെ കൂടെയും കോമിക്സിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. മെലോഡ് യുനോയിഡ് എന്ന ആയുധം ഉപയോഗിച്ചതിന് ശേഷം സ്കാറിന് ഹീറോ എന്ന നാമവും സ്വീകരിച്ചു. ഇനി നമുക്ക് അദ്ദേഹത്തിൻ്റെ പവർ ആൻഡ് എബിലിറ്റീസിനെ കുറിച്ച് നോക്കാം. സ്കാറിൻ്റെ അമ്മയായ ഓൾഡ് സ്ട്രോങ്ങിൻ്റെ ശക്തിയിലൂടെ സക്കാറിലെ ടെക്ടോണിക് എനർജിയെ അദ്ദേഹം ഫീൽ ചെയ്യാൻ തുടങ്ങി. ഈ പവർ ഉപയോഗിച്ച് ഭൂമിയെ രക്ഷിക്കാനും നശിപ്പിക്കാനും സ്കാറിന് കഴിയും. സൂപ്പർ ഹ്യൂമൻ സ്ട്രെങ്ത് തൻ്റെ അച്ഛനായ ഹൾക്കിനോട് തതുല്യമാണ്. തൻ്റെ അച്ഛനെ പോലെ തന്നെ ദേഷ്യം വരുമ്പോൾ സ്കാറിന് തൻ്റെ ശക്തി അധികരിക്കുന്നതാണ്. ഒരു കോമിക്സിൽ തൻ്റെ അച്ഛനായ ഹൾക്കിനോട് കൂടി അടിവെക്കുമ്പോൾ സ്കാർ 100 ടൺ വെയിറ്റ് വരെ പൊക്കിയിട്ടുണ്ട്. സൂപ്പർ ഹ്യൂമൻ സ്റ്റാമിന ആക്സ്മാൻ ബോണുമായിട്ടുള്ള ആക്രമണത്തിലും ഗാലക്ടസുമായുള്ള ആക്രമണത്തിലും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. സ്കാറിന് തൻ്റെ അച്ഛൻ്റെ DNA തൻ്റെ അമ്മയായ ഓൾഡ് സ്ട്രോങ്ങിൻ്റെ DNA രണ്ടും കൂടെ കൂടി കലർത്തി അതിശക്തിയേറിയ DNA ആണ് ഉള്ളത്. റീജനറേറ്റിംഗ് ഹീലിംഗ് ഫാക്ടർ സ്കാറിന് അതീവ കൂടുതലാണ്. ആക്സ്മാൻ ബോണുമായുള്ള യുദ്ധത്തിൽ സ്കാറിന് വയറ്റിൽ അത് ശക്തിയേറിയ ഒരു മുറിവ് ഏൽക്കുന്നുണ്ട്. എങ്കിലും പക്ഷേ തൻ്റെ റീജനറേറ്റീവ് ഹീലിംഗ് ഫാക്ടറിൻ്റെ സഹായത്താൽ അദ്ദേഹത്തിന് ആ മുറിവ് അതിവേഗം ശരിയാകുന്നുമുണ്ട്. അദ്ദേഹത്തിൻ്റെ അടുത്തൊരു ശക്തിയാണ് സസ്പെൻഡിങ് ഏജിങ്. അതായത് നോർമൽ മനുഷ്യരെ പോലെ പ്രായമാവുകയില്ല, അദ്ദേഹത്തിൻ്റെ പ്രായം കോൺസ്റ്റൻ്റ് ആയിരിക്കും. പിന്നീട് നാം കാണുന്ന അദ്ദേഹത്തിൻ്റെ വേറൊരു ശക്തിയാണ് റാപ്പിഡ് മെച്യൂരിറ്റി. റാപ്പിഡ് മെച്യൂരിറ്റി എന്ന ഈ ശക്തി അദ്ദേഹം അറ്റൈൻ ചെയ്യുന്നത് ബോണാക്സുമായുള്ള യുദ്ധത്തിന് ശേഷമാണ്, അഥവാ ആ യുദ്ധം സംഭവിക്കുന്ന സമയത്താണ്. ഈ യുദ്ധത്തിനിടയ്ക്ക് അദ്ദേഹം ലാവ് പോലെ ഒരു സ്ഥലത്ത് മുങ്ങി നീവരുകയും അതിനുശേഷമാണ് അദ്ദേഹത്തിന് ഈ ശക്തി അറ്റൈൻ ചെയ്യുന്നത്. സ്കാർ ആയുധങ്ങൾ കൈകാര്യം ചെയ്യുന്ന രീതിയിൽ അതിസമർത്ഥനാണ്. പല കാര്യങ്ങളിലും അദ്ദേഹം തൻ്റെ അച്ഛനായ ഹൾക്കിനെ കടത്തിവെട്ടുകയും ചെയ്യും. പിന്നീട് കോമിക്സിൽ സ്കാറുമായി ബന്ധപ്പെട്ട് ഒരു പ്രധാന ഫൈറ്റാണുള്ളത്. ഈ ഫൈറ്റ് സ്കാറും ജയനാഥും തമ്മിലുള്ളതാണ്. ജയനാഥ് X-Men സീരീസിലെ ഒരു പ്രധാന വില്ലനാണ്. ഇദ്ദേഹം ഡെഡ്പൂൾ 2 മൂവിയിലുമുണ്ട്. അതിൽ ഡെഡ്പൂളായി വേഷമിട്ട റയാൻ റെനോൾഡ് തന്നെയാണ് ജയനാഥിൻ്റെ ക്യാരക്ടറും സിനിമയിൽ ചെയ്തത്. ലാസ്റ്റായി നമുക്ക് സ്കാറിൻ്റെ വീക്ക്നെസ് കൂടി കാണാം. വീക്ക്നെസ്സിൽ ഒന്നാണ് മുറ മസ ബ്ലേഡ്. ഈ ബ്ലേഡ് കൊണ്ട് വെട്ടിയാൽ അദ്ദേഹത്തിൻ്റെ സൂപ്പർ ഹീലിംഗ് ഫാക്ടറിന് പോലും അദ്ദേഹത്തിനെ രക്ഷിക്കാൻ കഴിയുന്നതല്ല. ഈ വാൾ കൊണ്ട് അദ്ദേഹത്തിനെ കൊല്ലാൻ കൂടി സാധിക്കും.
ഓൾമോസ്റ്റ് എല്ലാ സൂപ്പർ ഹീലിംഗ് ഫാക്ടറുള്ള മ്യൂട്ടൻസിനെയും ഈ മുറമുസ ബ്ലേഡും കൊണ്ട് കൊല്ലാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇത്രയുള്ള ഗൈസ് സ്കാറിനെ കുറിച്ചുള്ള ഒറിജിൻ, പവർ ആൻഡ് വീക്ക്നെസ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഈ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.